ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് ഇവരിൽ ഏറ്റവും മഹത്വം ആർക്കാണ് എന്നു തെളിഞ്ഞ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് മഹർഷിമാർ ഏകചിന്തയായി യോഗം ചേർന്നു. തികച്ചും ഭക്തിനുരാഗത്തോടെ അവർ അഭ്യർത്ഥിച്ചു, ത്രിമൂർത്തികളിൽ ആര് ഏറ്റവും മഹത്വം പുലർത്തുന്നു? അവസാനം തീരുമാനമായി, ഭൃഗുമുനിയെ നിയോഗിക്കാം. ബ്രഹ്മാവിനെയും ശിവനെയും വിഷ്ണുവിനെയും സന്ദർശിച്ച് ആരിലാണ് പരമതത്വം എന്നതറിയാനായി. ആദ്യം ഭൃഗുമുനി ബ്രഹ്മലോകത്തിലേക്ക് പോയി. ബ്രഹ്മാവ് അഭിമാനത്തോടെ മുഖം തിരിച്ചു. ഭൃഗുമുനി മനസ്സിൽ നിശബ്ദമായി വിമർശിച്ചു. പിന്നീട് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ശിവൻ ഉത്സാഹത്തോടെ മുനിയെ സ്വീകരിക്കാനായി മുൻപേക്കെത്തി. ശിവൻ ഭൃഗുവിനെ ആലിംഗനം ചെയ്യാൻ സമീപിച്ചു. ഭൃഗുമുനി അത് വിലക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. ഇതുകൊണ്ട് ശിവൻ ദേഷ്യം വന്നു. പക്ഷേ പാർവതി ദേവി ശാന്തിപ്പെടുത്തി. അവസാനം ഭൃഗുമുനി ശ്രീമഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലേക്ക് എത്തി. ശ്രീമഹാവിഷ്ണു അപ്പോൾ ശാന്തതയിൽ ആയിരുന്നു, യുക്തമായ വിശ്രമത്തിൽ. ഭൃഗുമുനി ഒരു വലിയ പരീക്ഷണമായി. വിഷ്ണുവിൻ്റെ നെഞ്ചിൽ പാദം വെച്ചു ചവിട്ടി. വിഷ്ണു ഉണർന്നു. ഒരു പുഞ്ചിരിയോടെ മുനിയെ പ്രണാമം ചെയ്തു പറഞ്ഞു, മഹർഷേ, ഞാനെനിക്കറിയാതെ വിശ്വാസാദിത്യം നൽകാനായില്ല. എൻ്റെ നെഞ്ചിൽ കാൽ വെച്ചത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. അങ്ങയുടെ പാദം എനിക്കൊരു പവിത്രതയായി. ഭൃഗുമുനി വിസ്മയത്തോടെ നിന്നു. ഇത്രയും ക്ഷമയുള്ളതും വിനയമുള്ളതും സമത്വമുള്ളതും ആയ ദൈവം മറ്റെവിടെയാണ്? അദ്ദേഹം തിരികെ പോയി മഹർഷിമാരെ അറിയിച്ചു, പരമസത്യനാണ് മഹാവിഷ്ണു. ക്ഷമയുടെ അവതാരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അഭിമാനമില്ല, കോപമില്ല, വെറും പ്രേമം മാത്രം.